ഇത് സഹാരി മാരിയൻ്റൽ ജംഗിൾ റിസോർട്ടിൻ്റെ എൻട്രൻസിലേക്കുള്ള വഴിയാണ് കേട്ടോ. മെയിൻ വഴിയിൽ നിന്നും ഒരു 200 മീറ്ററോളം കയറ്റം കയറി നമ്മൾ എത്തിയാലാണ് ഈ ഒരു റിസപ്ഷനിലോട്ട് എത്തിച്ചേരുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ കൂടിയിട്ട് വട്ടവട സന്ദർശിക്കാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഞങ്ങളുള്ളത് ഇതിൻ്റെ പേര് സഹാരി മാരിയൻ്റൽ ജംഗിൾ റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ സംഭവം. കണ്ടോ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു മഡ് ഹൗസാണ്. മഡ് ഹൗസിൽ 7 പേർക്ക് മാക്സിമം അതിൽ ഞങ്ങൾ കപ്പിൾസാണ് ഇതിലിപ്പോൾ എല്ലാവരും കൂടെ സെറ്റ് ചെയ്തിട്ട് ഒരു റൂം എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ വണ്ടിയൊക്കെ ഇവിടം വരെയൊക്കെ കയറ്റി കൊണ്ടുവരാം. പിന്നെ നോക്കൂ, വലിയ പാറക്കെട്ടുകൾ, കാട് തിങ്ങി, ഇതിന് ബൗണ്ടറി ഇല്ല. ജസ്റ്റ് രാത്രി ഗാർഡിന് വേണ്ടിയിട്ട് പട്ടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതുപോലെ ഈ കാണുന്നത് പോലെ എത്രയോ 10-14 ടെൻറ്റുകളുണ്ട്. പിന്നെ ഇതൊരു രാത്രി കാലങ്ങളിൽ നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള ഒരു ഏരിയയാണ്. പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇത് ചെയ്യാം. ഈ മരങ്ങളാണ് ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന. ഈ മരങ്ങളുടെ ഉള്ളിലാണ് ഈ സംഭവം. നല്ല ഹൈറ്റാണ്. ഇതിപ്പോൾ മാർച്ച് മാസമാണ്. മാർച്ച് മിഡിലായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നല്ലൊരു കാം ഏരിയയാണ്. റേഞ്ച് കുറവാണ് ഇവിടെ. ആസ് യൂഷ്വൽ BSNLനും പിന്നെ ജിയോനും മാത്രമേ റേഞ്ച് ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വൈഫൈ ഉണ്ട്, ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിശബ്ദമാണ് ഏരിയ. ചീവീടുകളുടെ സൗണ്ടോ അങ്ങനത്തെ ഒന്നുമില്ല. വീഴാണ്ട് കയറ്. അല്ലോ, അപ്പുറത്ത് ബാക്കിൽ കൈ കൊടുക്കുക. അത് ഇരിക്കണേൻ്റെ ഒപ്പം അപ്പുറത്തെ വശത്ത് കൈ കൊടുക്ക്. അങ്ങേറ്റത്തേക്ക് പോട്ടെ, കൈ പിന്നോട്ട് പോട്ടെ, പിന്നിലേക്ക് കൈ പോട്ടേന്ന്. അതിനകത്ത് അങ്ങേ വശത്ത് കൈ കൊടുക്ക്. അത് തന്നെ. ആട്ടാ അടിയിലെന്ന് പറയണ്ടേ. അവർക്ക് നല്ല ശക്തിയുണ്ടേ. എന്താ ഊഞ്ഞാലാട വരുന്ന അതല്ല, ഇതെന്ത് കൊഞ്ച് കിടക്കുന്ന പോലെ കിടക്കുന്ന. ഊഞ്ഞാലാട്ടമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ നടക്കാനായിട്ട് ഇറങ്ങി. കാരണം വൈകുന്നേരത്തെ ഫുഡ് റിസോർട്ടിൽ അവൈലബിൾ അല്ല. മാർച്ച് മാസം ഓഫ് സീസൺ ആയതുകൊണ്ട് അവിടെ കിച്ചൺ വർക്കിംഗ് അല്ല. പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള ചെറിയ കഫറ്റേരിയകളൊക്കെ കണ്ടിരുന്നു. എല്ലാവരും വരുന്ന ടൂറിസ്റ്റുകളെ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. കാരണം വളരെ കുറവ് ടൂറിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ എല്ലാ ഷോപ്പുകളിലും കയറി പർച്ചേസ് ചെയ്തിരുന്നു. കാരണം ഇവർക്ക് ഈ ഓഫ് സീസൺ കഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഈ കാണുന്നതാണ് നാടുകാണി വ്യൂ പോയിൻ്റ്. അത് കാണാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിയം റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് റിസോർട്ടിൽ നിന്ന് ഞങ്ങളെ റെക്കമെൻഡ് ചെയ്ത് വിട്ടത് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. വളരെ നല്ല ഫുഡും ആയിരുന്നു. അവിടെ ഇരുന്നുള്ള കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു. പക്ഷേ ഡാൻസ് ചെയ്തൊന്നും പിടിക്കാനായിട്ട് ആളുണ്ടായില്ല. എങ്കിലും ചെറിയൊരു വീഡിയോ എടുത്തത് ഞാനിതിൽ ആഡ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോയി. നേരം വെളുത്ത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഭയങ്കര ലക്ഷറി എന്നൊന്നും പറയാനില്ല, പക്ഷെ ഒരു വൈൽഡായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ സ്പെൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെയും. പക്ഷേ നിലവിൽ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട്
അതൊന്നും ഉണ്ടാകുന്നില്ല. ഈ കാണുന്നതാണ് കേട്ടോ അവിടുത്തെ റിസപ്ഷൻ. ഈ വരുന്ന വ്യക്തിയാണ് റമീസ്, ഇവിടുത്തെ കെയർ ടേക്കർ, റിസപ്ഷനിസ്റ്റ് എല്ലാമായിട്ടുള്ള ആൾ. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തന്നതും ഞങ്ങളുടെ ജീപ്പ് സഫാരിക്കുള്ള ജീപ്പ് എല്ലാം അറേഞ്ച് ചെയ്തു തന്നത് ഇയാളാണ്. അപ്പോൾ ബൈ ബൈ ഫ്രം സഹാരി മാരിയൻ ജംഗിൾ റിസോർട്ട്. ബൈ ബൈ.